നിങ്ങളിപ്പോൾ കാണുന്നത് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഒരു ഭാഗമാണ്. കേരളത്തിന്റെ അഭിമാന പദ്ധതിയായി അവതരിപ്പിക്കപ്പെടുന്ന ഈ തുറമുഖം വികസനത്തിന്റെ പേരിൽ മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ പ്രതികൂല ഫലങ്ങളും നമ്മൾ ഗൗരവമായി കാണേണ്ട സമയമാണിത്. വികസനം നമുക്ക് ആവശ്യമാണ്, പക്ഷേ അത് മനുഷ്യരുടെ ജീവിതവും പ്രകൃതിയെയും നശിപ്പിക്കുന്ന രീതിയിലാകരുത്. ഇന്ന് വിഴിഞ്ഞം, പുളുങ്കുടി, അടിമലത്തുറ തുടങ്ങിയ തീരദേശ പ്രദേശങ്ങളിൽ കടലെടുക്കൽ ഭയപ്പെടുത്തുന്ന രീതിയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കടൽ ദിവസേന കരയിലേക്ക് കടക്കുന്നു. ഇതൊരു മുന്നറിയിപ്പ് മാത്രമല്ല, നേരിട്ട് നടക്കുന്ന ഒരു ദുരന്തമാണ്. മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം ഇന്ന് വലിയ പ്രതിസന്ധിയിലാണുള്ളത്. കടൽ അവരുടെ ഉപജീവന മാർഗമാണ്, പക്ഷേ ഇന്ന് അതേ കടൽ അവരുടെ ഭാവിയെ തന്നെ കവർന്നുകൊണ്ടിരിക്കുകയാണ്. തുറമുഖ നിർമ്മാണത്തിലെ മാറ്റം വരുത്തിയ ചില പദ്ധതികൾ കാരണം കടൽ പ്രവാഹങ്ങളിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട്. ഇതോടെ മണൽ നീക്കം തകരാറിലായി. ചില പ്രദേശങ്ങളിൽ കടൽ കൂടുതൽ കരകളിലേക്ക് കടക്കുന്നു. ഇത് ശാസ്ത്രീയമായി പഠിച്ച് അടിയന്തരമായി പരിഹാരം കാണേണ്ട വിഷയമാണ്. ഇതിൽ ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യം ആവശ്യമായ പേപ്പർ വർക്കുകൾ പൂർത്തിയാകാതെ തന്നെ രണ്ടാം ഘട്ട കടലെടുക്കൽ ജോലികൾ ആരംഭിച്ചിരിക്കുകയാണ് എന്നതാണ്. ഇത് നിയമപരമായും നീതിപരമായും വലിയ ഒരു പ്രശ്നമാണ്. ഇത് തുടർന്നു പോയാൽ ടൂറിസം മേഖലയ്ക്ക് വലിയ തിരിച്ചടിയാകും. ഈ പ്രദേശത്തെ ഹോട്ടലുകളും മറ്റു സ്ഥാപനങ്ങളും അടച്ചുപൂട്ടേണ്ടി വരും. ആയിരക്കണക്കിന് ജീവനക്കാർക്ക് ജോലി നഷ്ടപ്പെടും. അവർക്ക് അവരുടെ ഉപജീവന മാർഗം ഇല്ലാതെയാകും. ഇവിടെ ഫോറിനേഴ്സിനെ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന നിരവധി ചെറിയ കടകളുണ്ട്. അവയിൽ പലതും നോർത്ത് ഇന്ത്യയിൽ നിന്ന് കേരളത്തിലേക്ക് വന്ന് ജീവിതം കണ്ടെത്തിയ ആളുകളുടേതാണ്. ഫോറിനേഴ്സിന്റെ വരവ് കുറഞ്ഞാൽ ഈ കടകളും തകർന്നു പോകും. അതോടെ അവരുടെ ജീവിതവും അവതാളത്തിലാകും. ഇതിനെതിരെ നാട്ടുകാരും ജനകീയ കൂട്ടായ്മയും ചേർന്ന് ഒരു പ്രതിഷേധം നടത്തിയിരുന്നു. ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത ആ സമരത്തെക്കുറിച്ച് പത്രമാധ്യമങ്ങളും വാർത്താ ചാനലുകളും ഗൗരവത്തോടെ റിപ്പോർട്ട് ചെയ്തിട്ടും പല അധികാരികളുടെ ഭാഗത്തു നിന്നും അനുകൂലമായ നടപടികൾ ഉണ്ടായിട്ടില്ല. ജനങ്ങളുടെ ശബ്ദം കേൾക്കപ്പെടാത്ത അവസ്ഥയാണിത്. നമ്മൾ വികസനത്തിനെതിരല്ല, എന്നാൽ വികസനം മനുഷ്യരോടൊപ്പം നടന്നാൽ മാത്രമേ അതിന് അർത്ഥമുണ്ടാകൂ. തീര സംരക്ഷണ നടപടികൾ ശക്തമാക്കണം. മത്സ്യത്തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം. ശാസ്ത്രീയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ എടുക്കണം. നിയമ നടപടികൾ പൂർണ്ണമായി പാലിക്കപ്പെടണം. ഇവിടെ നടക്കുന്നത് കാണാതെ പോകാൻ പറ്റാത്ത ഒരു യാഥാർത്ഥ്യമാണ്. ഓരോ ദിവസവും തീരം മാറിക്കൊണ്ടിരിക്കുകയാണ്. ജീവിതങ്ങൾ ബാധിക്കപ്പെടുകയാണ്. ഇന്ന് ആവശ്യമായത് വലിയ വാഗ്ദാനങ്ങളല്ല, വ്യക്തമായ പ്രവർത്തനങ്ങളാണ്. പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിന് ശാസ്ത്രീയവും മാനുഷികവുമായ പരിഹാരങ്ങൾ കണ്ടെത്തേണ്ട സമയം കഴിഞ്ഞു. അധികാരികൾ നിലത്തിറങ്ങി യാഥാർത്ഥ്യം കണ്ട് ജനങ്ങളുടെ ആശങ്കകൾ ഗൗരവമായി പരിഗണിക്കണം. പരിസ്ഥിതി സംരക്ഷണവും മനുഷ്യരുടെ അവകാശങ്ങളും ഒരുപോലെ ഉറപ്പാക്കണം. ഇതൊരു പ്രദേശത്തിന്റെ മാത്രം പ്രശ്നമല്ല, ഒരു സമൂഹത്തിന്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട കാര്യമാണ്.